അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി ചട്നിയാണ്, ഗാർലിക് ചട്നി. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് വെളുത്തുള്ളിയാണ്. അതായത് ഈ സൈസിലുള്ളൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ നല്ലെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ ഹെൽത്ത് വൈസും നല്ലെണ്ണ തന്നെയാണ് കൂടുതൽ നല്ലത്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. വെളുത്തുള്ളി കൂടുതൽ ചേർക്കണോണ്ട് കൂടുതൽ ഹെൽത്തിയുമാണ്. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് വീർത്ത് വരുമ്പം നമുക്ക് അടുത്തായിട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആകണം. അപ്പോൾ തന്നെ നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറാകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി. ഞാനിവിടെ ഒരു പാതി നെല്ലിക്ക സൈസിലാണ് പുളി എടുത്തേക്കണത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയുള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. അതൊരു നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട. ഇത് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചതഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഒന്ന് കറക്കിയെടുത്തു. നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചട്നി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കടുക് വറക്കണം. അത് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ വെളുത്തുള്ളി വഴറ്റിയ അതേ പാത്രം തന്നെയാണ് വെച്ചേക്കണത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചട്നി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വച്ചേക്കണത്. ഇനി മിക്സി ബൗളിലേക്ക് തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ അത് നമ്മുടെ ചട്നി 5 മിനിറ്റോളം ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചൂടാറി കഴിയുമ്പം കുറച്ചുകൂടി ഒരു കളർ ചേഞ്ച് ആകും. ചൂടി ഒരു ഡാർക്ക് ഷെയ്ഡാകും.
അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി ചട്നി. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.